ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു എനിക്ക് വളരെയധികം സന്തോഷം പകർന്നൊരു കൊച്ചു കാര്യം, അതായത് മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രക്തദാനം മഹാദാനം. അതെ, എനിക്കാണെങ്കിൽ രക്തം ദാനം ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം കയറിക്കൂടാൻ കാരണം ജിതിൻ ചേട്ടനാണ്. ജിതിൻ ചേട്ടനെ എല്ലാവർക്കും അറിയാലോ, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളെ ഇടയ്ക്കിടയ്ക്ക് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിക്കും. അന്നേരം ജിതിൻ ചേട്ടനെ ഇങ്ങനെ പോവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഒരു അഭിമാനമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്നിൽ കയറിക്കൂടി, എനിക്കും രക്തം ദാനം ചെയ്യണം. അപ്പം ഞാനിതിങ്ങനെ ജിതിൻ ചേട്ടനോട് പറഞ്ഞു. അപ്പം ജിതിൻ ചേട്ടൻ ഇങ്ങനെ മനസ്സ് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എന്നെ കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഇത് ഊറ്റാനാണോ അതോ രക്തം കയറ്റാനാണോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ അതുപോലെ മെലിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. 12.7 HB ലെവൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അപ്പോൾ പറഞ്ഞു ഓക്കെ, ഇത് വലിയൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ കിടന്നുകൊണ്ട് വന്നതാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് ഫോമൊക്കെ തന്നു. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അലർജി ഉണ്ടോ, അങ്ങനെ കുറേ ഇത്ര മാസത്തിനുള്ളിൽ 3 മാസം ആവണം ആദ്യം രക്തം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കണമെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ഫോം തരും. അതുപോലെ തന്നെ നമ്മുടെ HB ലെവലും ചെക്ക് ചെയ്യാൻ പോകും. 12.7 ആണ് നോർമൽ വേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് എനിക്ക് അതുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇത്ര ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അവർ എൻ്റെ രക്തം സ്വീകരിച്ചു. പിന്നെ അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ വയനാട്ടിലൊക്കെ ഒരുപാട് രോഗികൾ, മുറിവേറ്റവർ, രക്തം വാർന്നവർ, അവർക്കൊക്കെ ഒരുപാട് രക്തത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടി രക്തം കൊടുക്കാനൊക്കെ സന്നദ്ധ സംഘടനകൾ ഒരുപാട് പേര് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാ കഴിയുന്ന സഹായം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നവർ, കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുന്നവർ ഒക്കെ ഒട്ടും മടിക്കേണ്ടതില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയാൽ മതി. അവിടുന്ന് അവർ നമ്മുടെ HB ലെവലൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഒക്കെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അപ്പം ഇതിന് വലിയൊരു ചടങ്ങ് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് നമ്മളെ കഴിയുന്നൊരു സഹായം അത് ആവശ്യമുള്ളവർക്ക് തക്കതായ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലുപരി വേറെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ളവർ അതൊന്നും മൂടി വെച്ചിരിക്കാതെ ധൈര്യപൂർവ്വം മുമ്പോട്ട് ഇറങ്ങുക. ഈ ഒരു അവസരത്തിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഓരോ സഹായങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു തവണയായാലും ഇങ്ങനെയൊക്കെ രക്തം ദാനം ചെയ്യുക. അത് നമുക്കും ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡൊക്കെ മാറി ഒരു പുതിയ ബ്ലഡ് നമ്മുടെ ശരീരത്ത് പിന്നെ ഫോം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് നോക്കി. അത് വെറുതെ ആവശ്യം ഉണ്ടായിട്ടല്ല, വേറൊരു കാര്യത്തിന് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ ഞാൻ HB കൂടെ വെറുതെ ചെക്ക് ചെയ്തു. കറക്റ്റ് ഞാൻ കൊടുത്ത 12.7 തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആരും ഇത് കുറഞ്ഞു പോകും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതൊന്നുമില്ല. ധൈര്യമായിട്ട് ഇങ്ങനെ ഓരോ നമ്മളാ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പം നല്ലൊരു ദിവസം ആയിരുന്നു കേട്ടോ.